പ്രപഞ്ചം നിങ്ങളോട് എന്താണ് പറയുന്നത്? നിശബ്ദമായി സംസാരിക്കുന്ന പ്രപഞ്ചത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നു, രാത്രി നക്ഷത്രങ്ങൾ ആകാശം നിറയ്ക്കുന്നു, മഴ പെയ്യുന്നു, മരങ്ങൾ പൂക്കുന്നു, പക്ഷികൾ പാടുന്നു. ഇതെല്ലാം വെറും പ്രകൃതിയുടെ പ്രവർത്തനങ്ങളാണോ? അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന നിശബ്ദ സന്ദേശങ്ങളാണോ? പ്രപഞ്ചം നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമില്ല. ഓരോരുത്തരും ജീവിതാനുഭവങ്ങളിലൂടെ അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ കണ്ടെത്തും. എന്നാൽ പ്രകൃതിയെ ശ്രദ്ധിച്ചാൽ, ജീവിതത്തെ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ചില വലിയ പാഠങ്ങൾ കണ്ടെത്താൻ കഴിയും. 1. മാറ്റം ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രപഞ്ചം ആദ്യം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നും സ്ഥിരമല്ല എന്നതാണ്. പകലിനു ശേഷം രാത്രി വരും, വേനലിനു ശേഷം മഴക്കാലം വരും. ഇലകൾ കൊഴിഞ്ഞ് മരങ്ങൾ ശൂന്യമായാലും വീണ്ടും പുതിയ ഇലകൾ മുളയ്ക്കും. അതുപോലെ ജീവിതത്തിലും സന്തോഷവും ദുഃഖവും മാറി മാറി വരും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം എന്നും നിലനിൽക്കില്ല. ഇന്നത്തെ പരാജയം നാളത്തെ വിജയത്തിന് വഴിയൊരുക്കാം. മാറ്റത്തെ ഭയക്കാതെ സ്വീകരിക്കുന്നവർക്ക് മുന്നോട്ടു പോകാൻ എളുപ്പമാകും. 2. ഓരോരുത്തർക്കും സ്വന്തം സമയമുണ്ട്. ചില പൂക്കൾ രാവിലെ വിരിയും, ചിലത് രാത്രിയിൽ മാത്രം വിരിയും. മാമ്പഴം പഴുക്കാൻ സമയം വേണം. വിത്ത് നട്ട ഉടനെ വൃക്ഷമാകില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിനും ഒരു സമയക്രമമുണ്ട്. മറ്റുള്ളവരുടെ വിജയവുമായി നമ്മെ താരതമ്യം ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ സമയം വരുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ ലോകം തിരിച്ചറിയും. അതുവരെ ക്ഷമയോടെ പരിശ്രമിക്കുകയാണ് വേണ്ടത്. 3. ചെറിയ കാര്യങ്ങൾക്കും വലിയ ശക്തിയുണ്ട്. ഒരു ചെറിയ വിത്തിൽ ഒരു വലിയ വൃക്ഷം ഒളിഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ മഴത്തുള്ളി പോലും നദികളെ നിറയ്ക്കുന്നു. ചെറിയ ഒരു പുഞ്ചിരി പോലും ഒരാളുടെ ദിവസം മനോഹരമാക്കാം. ജീവിതത്തിൽ ചെറിയ നല്ല ശീലങ്ങൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ദിവസവും കുറച്ചു വായിക്കുക, നന്ദി പറയാൻ പഠിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, സമയം വിലമതിക്കുക. ഈ ചെറിയ കാര്യങ്ങളാണ് ഭാവിയെ മാറ്റുന്നത്. 4. ക്ഷമയാണ് വളർച്ചയുടെ രഹസ്യം. പ്രകൃതി ഒരിക്കലും തിടുക്കപ്പെടുന്നില്ല, എന്നിട്ടും എല്ലാം സമയത്ത് പൂർത്തിയാകുന്നു. ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവർക്കും ഉടനടി ഫലം വേണം. പക്ഷെ പ്രപഞ്ചം പറയുന്നത് ക്ഷമയുള്ളവർക്ക് മാത്രമാണ് ദീർഘകാല വിജയം ലഭിക്കുക എന്നതാണ്. 5. പരാജയം അവസാനമല്ല. ഒരു വിത്ത് മുളയ്ക്കുന്നതിന് മുമ്പ് അത് പൊട്ടണം. മുത്ത് രൂപപ്പെടാൻ ചിപ്പി വേദന സഹിക്കണം. ജീവിതത്തിലും പരീക്ഷണങ്ങളും പരാജയങ്ങളും നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു. പരാജയപ്പെട്ടതുകൊണ്ട് നിങ്ങൾ അവസാനിച്ചിട്ടില്ല. പഠനം അവസാനിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ പരാജയം. 6. നിങ്ങൾക്കാവശ്യമായതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു പക്ഷിക്ക് പറക്കാൻ ആകാശം വേണ്ടതല്ല, ചിറകാണ് വേണ്ടത്. അതുപോലെ ആത്മവിശ്വാസം, ധൈര്യം, പ്രതീക്ഷ, സ്നേഹം ഇവയെല്ലാം നിങ്ങളുടെ ഉള്ളിലാണ്. പലപ്പോഴും നമ്മൾ പുറത്താണ് ശക്തി അന്വേഷിക്കുന്നത്, എന്നാൽ യഥാർത്ഥ ശക്തി ഉള്ളിൽ നിന്നാണ് വരുന്നത്. 7. നന്ദിയുള്ള മനസ്സ് ജീവിതം മാറ്റും. ഓരോ പ്രഭാതവും ഒരു പുതിയ അവസരമാണ്. നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയുന്നു, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു, നിങ്ങൾക്ക് നടക്കാൻ കഴിയുന്നു. ഇവയെല്ലാം വിലമതിക്കുമ്പോൾ ജീവിതം കൂടുതൽ സമ്പന്നമാകുന്നു. 8. താരതമ്യം സന്തോഷം കവർന്നെടുക്കും. സൂര്യൻ ചന്ദ്രനെ പോലെ പ്രകാശിക്കില്ല, ചന്ദ്രൻ സൂര്യനെ പോലെ ചൂട് നൽകില്ല. എന്നാൽ രണ്ടുപേരും അതുല്യരാണ്. നിങ്ങളും അതുപോലെ തന്നെയാണ്. മറ്റൊരാളാകാൻ ശ്രമിക്കാതെ നിങ്ങളുടെ ഏറ്റവും നല്ല രൂപമാകാൻ ശ്രമിക്കുക. 9. ഓരോ അനുഭവത്തിനും ഒരു പാഠമുണ്ട്. ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും എന്തെങ്കിലും പഠിപ്പിക്കും. ചിലർ സ്നേഹം പഠിപ്പിക്കും, ചിലർ ക്ഷമ പഠിപ്പിക്കും, ചിലർ വിശ്വാസത്തിന്റെ വില മനസ്സിലാക്കി തരും. ഓരോ അനുഭവവും വളർച്ചയ്ക്കുള്ള അവസരമാണ്. 10. സ്നേഹമാണ് ഏറ്റവും വലിയ ശക്തി. മരങ്ങൾ തണൽ നൽകുമ്പോൾ ആരാണെന്ന് ചോദിക്കില്ല. നദികൾ വെള്ളം നൽകുമ്പോൾ പ്രതിഫലം ചോദിക്കില്ല. പ്രകൃതി നിസ്വാർത്ഥത പഠിപ്പിക്കുന്നു. സ്നേഹത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ദീർഘകാല സ്വാധീനമുണ്ട്. 11. ഭയത്തേക്കാൾ വിശ്വാസം തിരഞ്ഞെടുക്കുക. കൊടുങ്കാറ്റ് വന്നാലും പക്ഷികൾ വീണ്ടും കൂടുപണിയും. അവ ഭയത്തിൽ ജീവിക്കുന്നില്ല. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നമ്മെ ഭയപ്പെടുത്തും, പക്ഷെ ഭയം തീരുമാനങ്ങൾ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. 12. നിങ്ങളുടെ ചിന്തകൾ ജീവിതത്തെ സ്വാധീനിക്കും. നിങ്ങൾ നിരന്തരം നെഗറ്റീവ് ചിന്തിച്ചാൽ അതിന്റെ സ്വാധീനം നിങ്ങളുടെ പ്രവൃത്തികളിലും പ്രതിഫലിക്കും.
പ്രതീക്ഷയുള്ള ചിന്തകൾ കൂടുതൽ അവസരങ്ങൾ കാണാൻ സഹായിക്കും. അതുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെ പ്രത്യാശ നിലനിർത്തുക. 13. ബന്ധങ്ങളാണ് ജീവിതത്തിന്റെ സമ്പത്ത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഒന്നിച്ച് മനോഹരമാകുന്നത് പോലെ മനുഷ്യരും പരസ്പരം ചേർന്നാണ് ജീവിതം സമ്പന്നമാക്കുന്നത്. കുടുംബം, സുഹൃത്തുക്കൾ, സ്നേഹമുള്ള ബന്ധങ്ങൾ ഇവയാണ് പ്രയാസ സമയങ്ങളിൽ നമ്മെ താങ്ങുന്നത്. 14. സമയം ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ്. പോയ സമയം തിരിച്ചു കിട്ടില്ല. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, പക്ഷെ സമയം തിരികെ വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് സമയം അർത്ഥവത്തായി ഉപയോഗിക്കുക. 15. ലളിതമായ ജീവിതത്തിലാണ് സമാധാനം. പ്രകൃതിക്ക് ആഡംബരം ആവശ്യമില്ല. ഒരു പൂവ് വിരിയാൻ വില കൂടിയ വസ്തുക്കൾ വേണ്ട. സന്തോഷത്തിനും സമാധാനത്തിനും പലപ്പോഴും ലളിതമായ കാര്യങ്ങൾ മതി. 16. പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. ഏറ്റവും ഇരുണ്ട രാത്രിക്കും ശേഷം സൂര്യൻ ഉദിക്കും. ഇന്ന് നിങ്ങൾ കഠിനമായ ഒരു സാഹചര്യത്തിലായിരിക്കാം, എന്നാൽ അതൊരു സ്ഥിരാവസ്ഥയല്ല. ഓരോ ദിവസവും പുതിയ സാധ്യതകളുമായി എത്തുന്നു. 17. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളാണ്. ഒരേ സാഹചര്യം നേരിടുന്ന രണ്ടാളുകൾ വ്യത്യസ്ത ജീവിതങ്ങൾ നയിക്കും. കാരണം സാഹചര്യമല്ല, അതിനോടുള്ള പ്രതികരണമാണ് വ്യത്യാസം സൃഷ്ടിക്കുന്നത്. പ്രപഞ്ചം നമ്മെ പല അവസരങ്ങൾ നൽകുന്നു, എന്നാൽ അവ എങ്ങനെ ഉപയോഗിക്കണമെന്നത് നമ്മുടെ തീരുമാനമാണ്. 18. നിങ്ങളുടെ സ്വപ്നങ്ങൾ പ്രവർത്തനത്തിലൂടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. ആഗ്രഹങ്ങൾ മാത്രം മതിയാകില്ല. വിത്ത് മണ്ണിൽ നട്ടാൽ മാത്രമേ അത് വളരൂ. അതുപോലെ സ്വപ്നങ്ങൾക്കായി ദിവസേന ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങളാണ് വലിയ വിജയങ്ങൾ സൃഷ്ടിക്കുന്നത്. 19. ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. ഇന്നലെ ചെയ്ത തെറ്റുകൾ നാളെയെ നിർണയിക്കണമെന്നില്ല. ഓരോ പ്രഭാതവും ഒരു പുതിയ അവസരമാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കാനും നല്ല ശീലങ്ങൾ ആരംഭിക്കാനും ഇന്നാണ് ഏറ്റവും നല്ല ദിവസം. 20. ജീവിതം ഒരു യാത്രയാണ്, ലക്ഷ്യം മാത്രമല്ല. പലരും വിജയത്തിലെത്തിയാൽ മാത്രമേ സന്തോഷം ലഭിക്കൂ എന്ന് കരുതുന്നു. എന്നാൽ പ്രപഞ്ചം നമ്മെ പഠിപ്പിക്കുന്നത് യാത്രയും ആസ്വദിക്കാനാണ്. വഴിയിൽ പഠിക്കുന്ന പാഠങ്ങൾ, കണ്ടുമുട്ടുന്ന ആളുകൾ, നേരിടുന്ന വെല്ലുവിളികൾ ഇവയെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. അവസാന സന്ദേശം: പ്രപഞ്ചം നമ്മോട് നേരിട്ട് സംസാരിക്കുന്നില്ല, പക്ഷേ പ്രകൃതിയിലൂടെ, സമയത്തിലൂടെ, അനുഭവങ്ങളിലൂടെ, വിജയങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും അത് നമ്മെ പഠിപ്പിക്കുന്നു. അത് പറയുന്ന പ്രധാന സന്ദേശങ്ങൾ ഇവയാണ്: മാറ്റത്തെ സ്വീകരിക്കുക, ക്ഷമയോടെ മുന്നോട്ടു പോകുക, സ്വയം വിശ്വസിക്കുക, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്, നന്ദിയുള്ള മനസ്സ് വളർത്തുക, സ്നേഹവും കരുണയും പങ്കിടുക, സമയം വിലമതിക്കുക, പ്രതീക്ഷ കൈവിടരുത്, പ്രവൃത്തിയിലൂടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക, ഓരോ ദിവസവും പുതിയൊരു തുടക്കമായി കാണുക. അവസാനമായി ഓർക്കുക, പ്രപഞ്ചത്തെക്കുറിച്ച് പല തത്വചിന്തകളും ആത്മീയ കാഴ്ചപ്പാടുകളും ഉണ്ടെങ്കിലും ജീവിതത്തിൽ മുന്നേറാൻ ഏറ്റവും ഉറച്ച അടിത്തറ നിങ്ങളുടെ ചിന്തകളും മൂല്യങ്ങളും പ്രവൃത്തികളുമാണ്. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം, പക്ഷേ നമ്മുടെ ഭാവി രൂപപ്പെടുത്തുന്നത് ദിവസേന നാം എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇന്നു മുതൽ പ്രകൃതിയെ ഒരു കാഴ്ചയായി മാത്രം കാണാതെ ജീവിതത്തിന്റെ ഒരു നിശബ്ദ ഗുരുവായി കാണാൻ ശ്രമിക്കൂ. ഒരുപക്ഷെ നിങ്ങൾ അന്വേഷിക്കുന്ന ചില ഉത്തരങ്ങൾ അതിന്റെ നിശബ്ദതയിൽ തന്നെ നിങ്ങൾ കണ്ടെത്തിയേക്കാം.